മേയർ രാജേഷിനെ ഏത് വിധത്തിലും പുറത്താക്കണം, BJPയുടെ അധികാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവസാനിപ്പിക്കണം. ഈ ഒരൊറ്റ ലക്ഷ്യമാണ് LDFനും UDFനും ഉള്ളത്. അതുകൊണ്ടാണ് അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് കോർപ്പറേഷനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഇതിൻ്റെ പ്രധാന കാരണം UDFനും LDFനും കിട്ടിക്കൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നിരച്ചു എന്നുള്ളതാണ്. അനധികൃതമായിട്ട് കോർപ്പറേഷൻ്റെ ആസ്തി ഉപയോഗിച്ചുകൊണ്ട് നേടിയിരുന്ന വരുമാനം, അവിടെ പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഓഫീസുകൾ, അവിടെ പ്രവർത്തിച്ചിരുന്ന നിസ്സാര പൈസയ്ക്ക് പ്രവർത്തിച്ചിരുന്ന MLA ഓഫീസ്, ഇങ്ങനെ തുടങ്ങി അനധികൃത നിർമ്മാണങ്ങളും അനധികൃത പാർക്കിങ്ങും അനധികൃതമായിട്ടുള്ള ഗുണ്ടാപിരിവുകളും അടക്കം എല്ലാത്തിനും പൂട്ടിടുകയായിരുന്നു VV രാജേഷ് വന്നോടനെ ചെയ്ത്. ഒരൊറ്റ തെറ്റായ നടപടി പോലും കോർപ്പറേഷൻ്റെത് എടുത്തു കാണിക്കാൻ ഇവർക്കില്ല. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്തു, ആ കൗൺസിലറിൻ്റെ എതിരെയായിട്ട് ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നു. അപ്പോൾ പോലും കൃത്യമായ വിശദീകരണമുണ്ട് കൗൺസിലർ എന്താണ് ചെയ്തത്, എന്തൊക്കെയാണ് കേസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഇവർ സഖ്യത്തിൽ ഏർപ്പെടുകയാണ്. ആ സഖ്യത്തിൻ്റെ ദുരുദ്ദേശം, ഗൂഢോദ്ദേശം സ്വന്തം വരുമാനം അനധികൃതമായി ഉണ്ടാക്കിയെടുക്കുന്ന കൊള്ള നിലനിർത്തുക എന്താണ് അങ്ങക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം? എങ്ങനെ കാണുന്നു ഈ നീക്കത്തിനെ? ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു ഫാസിസ്റ്റ് നീക്കമാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ പ്രിയം പറഞ്ഞ പോലെ രാജേഷ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേവരെ രാജേഷിൻ്റെ ഒരു നടപടി പോലും തെറ്റാണെന്ന് കാണിക്കാൻ ഈ രാഷ്ട്രീയ പ്രതിരോധികൾക്ക് സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്താണ്? തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നുകൊണ്ട് ആ കോർപ്പറേഷൻ അനവധി കെട്ടിടങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതെല്ലാം 40-45 വർഷമായിട്ട് ഇവർ കൈയടക്കി വെച്ച് നിസ്സാര വാടകയ്ക്ക് എടുക്കുക, എന്നിട്ട് ആ വാടകയ്ക്കുള്ള വാടക കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഒരു മാസം 50,000 കിട്ടുന്ന കെട്ടിടമാണെങ്കിൽ 25,000 രൂപ വർഷത്തേക്ക് എടുക്കുക. ഇതുപോലത്തെ അനവധി കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് ഒരു തടയിടേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം അവർക്ക് കിട്ടേണ്ട വലിയ വരുമാനങ്ങൾ പോകുന്നു. അവരുടെ ഏറ്റവും താഴേക്കരയുള്ള ഗുണ്ടകൾക്ക് പോലും ഉള്ള വരുമാനം നിന്ന് പോയി. ഒരു ബൾബ് കത്തിച്ച് ഒരു മീൻ കച്ചവടക്കാർക്ക് കൊടുക്കുന്നതിന് ദിവസത്തിൽ 500 രൂപ മേടിച്ചിരുന്ന ഗുണ്ടകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഏതെങ്കിലും രൂപത്തിൽ ഇവരെ മാറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് പഴയ സംവിധാനത്തിലെത്താമെന്ന ഒരു ധാരണ ഈ ഇന്ത്യ സഖ്യത്തിനുണ്ട്. അവിടെ ഇന്ത്യ സഖ്യമാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഇന്നലെ അവിടെ കണ്ടത് ഇന്ത്യ സഖ്യമായിരുന്നു. രണ്ട് കൂട്ടരും ഒരുപോലെ ഇരുന്ന് അവിടെ പ്രവർത്തിച്ചിരുന്നത്. അവിടെ അരാജകത്വം, അനാർക്കി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. ആ ഒരു കൗൺസിലറുടെ ഷർട്ടൊക്കെ വലിച്ചു കയറുന്ന അയാൾ ആക്രമിക്കുന്നു. എന്നിട്ട് ഈ അപരിഷ്കൃതമായിട്ടുള്ള നടപടിയാണ് ശബരിനാഥ് ചെയ്തത്. ഇതൊക്കെ രാഷ്ട്രീയത്തിലൊന്ന് കുറച്ച് ആളായില്ലെങ്കിൽ അതിനു മുമ്പ് ഒരു പ്രൊഫഷണൽ ആളായിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. MBA എല്ലാം കഴിഞ്ഞൊരു MNCയിലോ അല്ലെങ്കിൽ ഏതോ കോർപ്പറേറ്റിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് അതിന് കിട്ടുന്ന ഒരു കൾച്ചർ പോലും ആ മനുഷ്യൻ കളഞ്ഞു കുളിച്ചു. ഈ നിസ്സാര സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ത്രീയെ ഹ്യൂമൻ ഷീൽഡായിട്ട് നിർത്തിയിട്ടാണ് ആ BJPയുടെ കൗൺസിലർ ആക്രമിച്ചും ഷർട്ട് കയറി കളഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീയെ ഹ്യൂമൻ ഷീൽഡാക്കി നിർത്തി കഴിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും പ്രതികരിച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്കായിരിക്കും അടികൊള്ളുക. അപ്പോൾ പിന്നെ സ്ത്രീയെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞാൽ അതിൻ്റെ കേസിൻ്റെ മാനങ്ങൾ മാറിപ്പോവും. അതുപോലത്തെ എല്ലാ ചിത്രങ്ങളിലും ആ സ്ത്രീയെ കാണാം. അതുപോലെ തന്നെ ചൂടുവെള്ളം എടുത്ത് ക്ലാസ്സിലിരിക്കുന്ന എടുത്ത് BJP പ്രവർത്തകരുടെ അല്ലെങ്കിൽ BJP കൗൺസിലർമാരുടെ നേരെ ഒഴിക്കുക. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുക. ഒരു പാർലമെന്ററി പാർട്ടി ലീഡറാണ് ഈ കാണിക്കുന്നത്. ഇത് കോളേജ് യൂണിയൻ്റെ മീറ്റിങ്ങോ അല്ലെങ്കിൽ സ്കൂൾ പാർലമെന്റ് ഒന്നും അല്ല. ജനാധിപത്യത്തിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ കാര്യങ്ങളുടെ, ലോക്കൽ ബോഡീസിൻ്റെ കാര്യങ്ങളുടെ ഒരു ശ്രീകോവിലാണ് ഈ പറയുന്ന കൗൺസിൽ എന്ന് പറയുന്നത്. അവിടെ പുസ്തകം തട്ടിപ്പറിച്ചെടുക്കുക, അവിടെ പുസ്തകത്തിൽ വെള്ളം ഒഴിക്കാൻ നോക്കുക, പുസ്തകത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ആകെ പറയാനുള്ള കാര്യം കൗൺസിലറുടെ കാര്യം. ആ കൗൺസിലർ അവിടെ വരുന്നില്ലല്ലോ. കൗൺസിലറെ പുറത്താക്കണമെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവർക്ക് ആ കൗൺസിലർ ഇത് ഉണ്ടാകാൻ പാടില്ല, കൗൺസിലിൽ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ. എന്നിട്ട് ഇവർക്ക് ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും ഒരാൾ ഭരിച്ചിട്ട് മറ്റേ ആൾ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും സംവിധാനമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇവരുമ്പോൾ അറ്റക്കൈയായിട്ട് വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ ഏത് നിലയ്ക്ക് തരം താഴുമെന്നുള്ള ഉറപ്പാണ്. ആ തരം താഴലിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ അവിടെ കണ്ടത്. എല്ലാ പത്രങ്ങളിലും വന്നിരിക്കുന്ന പടങ്ങളും മിക്കവാറും ഒന്നാണ്. ശബരിനാഥ് ഒരു സ്ത്രീയെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. സദാം ഹുസൈനൊക്കെ മറ്റേ ഡെസർട്ട് യുദ്ധകാലത്ത് കാണിച്ചിരുന്ന പരിപാടിയാണ്. കുട്ടികളെയും സ്ത്രീകളെയും ഹ്യൂമൻ ഷീൽഡാക്കുക. അപ്പോൾ അവിടെ വന്നാൽ ബോംബ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നു എന്ന് പറയും. അതേപോലത്തെ തരം താഴ്ന്ന പരിപാടികളാണ് അവർ കാണിക്കുന്നത്.
ഇത് ജനാധിപത്യത്തിൻ്റെ നേരെയുള്ള ജനാധിപത്യത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന പരിപാടിയാണ്. ഇനി എന്തായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്? വി രാജേഷിനെ എങ്ങനെ പ്രതിരോധിക്കും? വി രാജേഷും ഒപ്പമുള്ള ടീമും അവർ ഏതായാലും ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു വെക്കുന്നവരാണ്. അവർ ഇതിൻ്റെ പേരിലൊന്നും പകച്ചു പോകുന്നവരോ പതറിപ്പോകുന്നവരല്ല. കാരണം അവരിത്രയും നാൾ ഇത് നേടിയത് ഫൈറ്റ് ചെയ്ത് തന്നെയാണ്. വർഷങ്ങളോളം പ്രതിപക്ഷത്തിരുന്ന് തന്നെ അവിടുന്ന് വളർന്നാണ് അവർ സുപ്രഭാതത്തിൽ സപതാക തരംഗം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം കൊണ്ടോ ഭരണത്തിലോ ഒന്നും ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അവർ ഫൈറ്റ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊണ്ടുവരണം. നോൺ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം 1/3 വേണ്ടേ? അതെ, 1/3 വേണമെങ്കിൽ ഒരു കൂട്ടർക്ക് വിചാരിച്ചാൽ പറ്റില്ല, മറ്റേ കൂട്ടരും കൂടി സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ SP ദീപക് അതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സഖ്യപ്പെടാൻ കഴിയുന്ന സ്ഥലത്തെല്ലാം സഖ്യപ്പെടും എന്നാണ് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞല്ലോ. അല്ല, സഖ്യപ്പെടുമെന്ന് നമുക്ക് നോക്കാം. അത് ശരി, അയാൾ പറഞ്ഞത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അവിശ്വാസ പ്രമേയത്തിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരുമിച്ച് അവിശ്വാസ പ്രമേയം പൈലറ്റ് ചെയ്യാനും ഇവർ ഒരുമിച്ച് വരുമെന്നുള്ള നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറാൻ പോവുകയാണ്. ഇവിടെ ഇന്ത്യ സഖ്യം ഉണ്ടെന്ന് വരാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ അസംബ്ലി പിരിച്ചു വിട്ടിട്ട് ഇന്ത്യ സഖ്യമായിട്ട് മത്സരിക്കട്ടെ. NDA ഒരു വശത്തും ഇന്ത്യ സഖ്യം ഒരു വശത്തായിട്ട് മത്സരിക്കട്ടെ. അങ്ങനെ ചെയ്യണം അവർ. ഇപ്പോൾ ഇവർ ജനങ്ങളുടെ മാൻഡേറ്റിനെയാണ് ഇവർ വഞ്ചിക്കുന്നത്. ജനങ്ങളുടെ മാൻഡേറ്റ് BJP ഭരിക്കാനാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ പ്രീ പോൾ അലയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ കാണിക്കുന്ന തരം താഴ്ന്ന പരിപാടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുതിരക്കച്ചവടം. പ്രീ പോൾ അലയൻസിൽ നിന്ന് വിരുദ്ധമായിട്ട് മന്ത്രിസഭയിൽ ചേരുക, അതുപോലെ അധികാരം പങ്കിട്ടെടുക്കുക, അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിൻ്റെ പുറകെ പാഞ്ഞു പോവുക. ആ തരത്തിൽ ഇന്ത്യ സഖ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരികയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് VD സതീശൻ ഗവർണർക്ക് രാജിക്കത്ത് കൊടുത്തിട്ട് വീണ്ടും ഇലക്ഷൻ നടത്താൻ പറയണം അസംബ്ലിയിലേക്ക്. കാരണം ജനങ്ങളുടെ മാൻഡേറ്റ് അനുസരിച്ചാണ് ഭരിക്കണതെന്നാണല്ലോ അവകാശപ്പെടുന്നത്. അപ്പം മാൻഡേറ്റിന് വ്യത്യാസം വന്നില്ലേ? LDFനോടും NDAയോടും മത്സരിച്ചിട്ടാണല്ലോ VD സതീശൻ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം, ഇപ്പോൾ ഈ കാര്യത്തിൽ LDF ആയിട്ട് യോജിച്ചു പോവുകയാണെങ്കിൽ ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റിന് വിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ഇവരാദ്യം ചെയ്യേണ്ടത് കേരള അസംബ്ലി പിരിച്ചുവിടാൻ പറയണം. അവർ ഹിന്ദി സഖ്യം NDA തമ്മിൽ മത്സരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം ആർക്കാണ് വോട്ട് കിട്ടാൻ പോകുന്നത്, ആർക്കാണ് സീറ്റ് കിട്ടാൻ പോകണമെന്ന്. ആ സമയത്ത് ചിത്രം മാറും. 3 സീറ്റ് ആയിരിക്കില്ല NDAക്ക് കിട്ടാൻ പോകുന്നത്. അത് അങ്ങനെ അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റിപ്പോയി. ഇന്ത്യ സഖ്യ കോർപ്പറേഷനിൽ അരങ്ങേറുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അസംബ്ലി പിരിച്ചിടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ LDFനും UDFനും ഒറ്റ അജണ്ടയേ ഉള്ളൂ, BJP പുറത്താക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ശ്രമം നടത്തുന്നത് മുഴുവൻ. അതിനകത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ഭരണം തുടങ്ങിയിട്ട് 6 മാസമേ ഉള്ളൂ. വലിയതായിട്ടുള്ള നീക്കങ്ങളോ ഇല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ആരോപണങ്ങൾ വരത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ ജനപ്രിയവുമാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള ഒരു മതിപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിച്ചു നോക്കും. പക്ഷേ അതെല്ലാം എത്രത്തോളം ആക്രമിക്കുന്നു അത്രത്തോളം തിളങ്ങി വരികയാണ് രാജേഷ് ചെയ്യുന്നത്. ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇതല്ലേ കണ്ടത്? നിരന്തരമായ ആക്രമണമായിരുന്നു. അവസാനം ആ ആക്രമണത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപി വിജയിച്ചു. അപ്പോൾ ഈ കോർപ്പറേഷനിൽ ഇത് തന്നെ സംഭവിക്കാൻ പോകുമല്ലോ. കോർപ്പറേഷൻ ഇത് തന്നെ സംഭവിക്കുള്ളൂ. അടുത്ത ജനങ്ങൾ രാജേഷിൻ്റെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരുടെ ഭരണമല്ല അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കാട്ടുകള്ളന്മാർക്ക് അവർ വോട്ട് കൊടുക്കായിരുന്നത്. ശബരിനാഥും MLA ആവാൻ പറ്റിയില്ല, ആവാനായിട്ട് ഭാവിയില്ല, എന്നാൽ മേയറെങ്കിലും ആവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണല്ലോ. ശബരിനാഥിൻ്റെ രാഷ്ട്രീയ പാശ്ചാത്തലം എന്താ? മകൻ രാഷ്ട്രീയം, അത് രാഷ്ട്രീയത്തിൻ്റെ ABCD ആയിക്ക് അറിയൂ. കോൺഗ്രസിനകത്ത് ആർക്കും വേണ്ട. അത് എവിടെയൊക്കെയാണ് പരാജയപ്പെട്ടു? അരുവിക്കര പരാജയപ്പെട്ടു, വട്ടിയൂർക്കാവിൽ പരാജയപ്പെട്ടു, നിരന്തരമായി പരാജയം. ആദ്യത്തെ പ്രാവശ്യം അച്ഛൻ്റെ ഒരു സഹതാപ തരംഗം, ദേഹവിയോഗം കൊണ്ടുള്ള സഹതാപ തരംഗം ജയിച്ചപ്പോൾ അയാൾ വിചാരിച്ചാൽ എന്തോ വലിയ കേരള രാഷ്ട്രീയത്തിലെ വലിയ ആളായെന്ന് അയാൾ വിചാരിച്ചത്. ശബരിനാഥൊന്നുമല്ല. ഒരു കാര്യം ഭംഗിയായിട്ട് അസംബ്ലിയിലോ എവിടെയെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കാനോ അവതരിപ്പിക്കാനോ ഉള്ള കഴിവ് പോലും ഇല്ല. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന പിന്നെ സ്വന്തം പാർട്ടിയിൽ ആർക്കും അദ്ദേഹത്തിനെ വേണ്ട. അത് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാക്കി മൂലക്കിരുത്തിയ കാലം മുതൽ കണ്ടതാണ്. കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ്സിൽ ഇന്നും ആർക്കും വേണ്ടാത്തവർ നമ്മുടെ സാധാരണ എടുക്കാച്ചരക്കെന്ന് പറയില്ലേ, അതിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കോപ്രായ തരങ്ങളും കോമാളി തരങ്ങളും കാണിച്ചിട്ട് അതിൻ്റെ പേരിൽ മീഡിയയിൽ പത്രത്തിലോ TV പടം വരാനുള്ള
ഒരു മൂന്നാം തരം കാര്യമാണ് അയാൾ കാണിക്കുന്നത്. അതിന് വേണ്ടി അയാൾ CPM-ൻ്റെ കൂടെ കൂടുന്നു. അതെ. പക്ഷേ ഇതിന് VD സതീശന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. ഇത് കേവലം ശബരിനാഥിൽ ഒതുങ്ങുന്നതല്ല. ഇന്ത്യ സഖ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ അത് തുറന്ന് പറയണം. ഈ ശബരിനാഥനെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ശിവൻകുട്ടി, കോൺഗ്രസിലെ ശിവൻകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കോൺഗ്രസിലെ ശിവൻകുട്ടി തന്നെയാണ്. അതേ പ്രവർത്തനമല്ലേ നിയമസഭയിൽ ശിവൻകുട്ടി കാണിച്ചതിന് സമാനമല്ലേ? സമാനമാണ്, തറവേല തന്നെ കാണിക്കുന്നത്. ഇവർ തമ്മിലുള്ള സഖ്യമുണ്ട്. ഇന്നലെ ശിവൻകുട്ടി കോലാഹലം നടക്കുമ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ വന്നല്ലോ. അയാൾക്ക് എന്ത് കാര്യമോടെ കിടക്കുന്നു? അയാൾ കൗൺസിലറാണോ, MLA ആണോ? ഒന്നുമല്ല. എന്തടിസ്ഥാനത്തിലൂടെ വന്നു? ഇത് നേരത്തെ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് ശരിയാണ്. ഇയാൾ കോർപ്പറേഷനിലെ ശിവൻകുട്ടി തന്നെ. ഇനി എന്തായിരിക്കും ഈ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒരു ലക്ഷ്യം? ഈ പറയുന്ന ഇതിനെ എന്ത് രീതിയിൽ അട്ടിമറിക്കാൻ ഇവർ ശ്രമിക്കും? ആക്രമണം തന്നെ ആയിരിക്കും. ആക്രമണം ഇതേപോലത്തെ തറവേലകളായിരിക്കും കാണിക്കേണ്ടത്. ഇപ്പം ഇനി അവരുടെ അടുത്ത ലക്ഷ്യം ഈ സുഗതൻ ഒരിക്കലും കോർപ്പറേഷനിൽ വരാൻ പാടില്ല. അതായിരിക്കും. സുഗതനെ അൺസീറ്റ് ചെയ്യണമെങ്കിൽ അത് കോടതിയാണ് ചെയ്യേണ്ടത്. അൺസീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ BJP തന്നെ ജയിക്കാൻ പോകുള്ളൂ. കാരണം സുഗതൻ്റെ വീട്ടിൽ കാണിച്ചിട്ടുള്ള കോലാഹലങ്ങൾ കണ്ടതാണ് നാട്ടുകാർ. ആകെ ഭാര്യയും മക്കളും കൂടി ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് തോക്കും കൊണ്ടുവന്ന് കാണിക്കാൻ്റെ തോക്ക് ആകാശത്തേക്ക് വെടിവെക്കുക, ഇങ്ങനത്തെ മൂന്നാം തരം പണികൾ. നമ്മുടെ ചില സിനിമയിലൊക്കെ മലയാളത്തിൽ കാണുന്ന പോലത്തെ ഇൻസ്പെക്ടർമാരുടെ കോമാളിത്തരം കാണിച്ചത്. സിനിമയിലെ ഇൻസ്പെക്ടർമാർക്ക് ഇതിലും മാന്യതയും ഒരു നിലപാടുണ്ടോ? അപ്പം അങ്ങനെ കാണിച്ചിട്ടുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയാം അതെങ്ങനെയാണ് സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി സുഗതൻ അൺസീറ്റ് ചെയ്യാനായിട്ടൊരു കോടതി പറഞ്ഞു എന്നിരിക്കട്ടെ, അതിന് സാധ്യത കുറവാണ്. ഒരാൾ കോടതിയിൽ അയാളുടെ കേസുണ്ട് അല്ലെങ്കിൽ അയാൾ ജയിലിലാണെന്ന് വെച്ചിട്ട് അൺസീറ്റ് ചെയ്യാനൊന്നും വകുപ്പൊന്നുമില്ല. അപ്പോൾ അൺസീറ്റ് ചെയ്യാനാണ് ഇനി ചെയ്താൽ ഇഫ് ഓൾ അത് നടന്നാൽ അവിടെ റീഎലക്ഷൻ നടക്കട്ടെ, BJP തന്നെ ജയിക്കും. രാജേഷിൻ്റെ ഭരണമൊന്നും 5 കൊല്ലത്തേക്ക് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പഠിച്ച പണി 18 വരുന്നത്. മൂന്നാം തരം പണി കാണിക്കുക, സംഘർഷം ഉണ്ടാക്കുക, സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹ്യൂമൻ ഷീൽഡാക്കി നിർത്തിക്കൊണ്ട് ഇതേപോലത്തെ പണികൾ കാണിക്കുക, ഷർട്ട് പിടിച്ച് വലിച്ച് കയറുക, അറ്റൻഡൻസ് ബുക്ക് വലിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ എവിടെ കേട്ടിട്ടുണ്ട്? ഇത് കേരളമാണെന്നാണല്ലോ രണ്ട് കുട്ടികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും അസംബ്ലിയിൽ നടന്നിട്ടുണ്ടോ? അത് ഭാരതത്തിലെ മറ്റേതെങ്കിലും അസംബ്ലിയിൽ ഇത്തരം പണികൾ കാണിച്ചിട്ടില്ല. പ്രതിപക്ഷം കാണിച്ചിട്ടില്ല. ബുക്ക് എടുത്തുകൊണ്ട് പോവുക, അതിൽ വെള്ളം ഒഴിക്കാൻ നോക്കുക. ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവർ മനസ്സിലാക്കണ്ടേ? ഇവർ എത്ര 140 150 കൊല്ലം ആവാറായ പാർട്ടിയാണെന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത് അല്ലേ? ഒരു 4 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആവില്ലേ? അപ്പോൾ ഇത്ര പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അനുയായികളെന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ കുത്താനില്ല. പിന്നെ അവരുടെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്റ്റാൻഡേർഡൊന്നും ഇവരിന്ന് പ്രതീക്ഷിക്കരുത്. ശരിയാണ്. നിലവാരത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആയിരിക്കും ഇവർ മത്സരിക്കുന്നത്. അതിലും മോശമാവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.